കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിൽ അത്രമാത്രം രോഗികൾ ചികിത്സയ്ക്ക് എത്തുന്നു, അത്രമാത്രം രോഗികൾ അത്യാഹിത വിഭാഗത്തിലേക്ക് ഓരോ മണിക്കൂറിലും എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു സാഹചര്യം കൂടി നമ്മൾ മുന്നിൽ കാണണം. വലിയൊരു പ്രയത്നം തന്നെ വേണ്ടിവരും സാധാരണഗതിയിലേക്ക് വീണ്ടും ആ അത്യാഹിത വിഭാഗത്തെ തിരികെ കൊണ്ടുവരാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാലും തീ നിയന്ത്രണ വിധേയമാണ്. പക്ഷേ പുകപടലം അവിടെ നിലനിൽക്കുന്നതാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. ഒരുപാട് രോഗികൾ അതിലൊരു പരിഭ്രാന്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നുണ്ട്. നാട്ടുകാരുടെയും ഒപ്പമുണ്ടായിരുന്ന കൂട്ടിരിപ്പുകാരുടെയും അല്ലെങ്കിൽ അവിടുത്തെ ആശുപത്രി ജീവനക്കാരുടെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സേവനം അതിൽ ഉണ്ട്. ഇവരൊക്കെ ചേർന്നാണ് വളരെ പെട്ടെന്ന് തന്നെ രോഗികളെ ഒഴിപ്പിച്ചത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പെട്ടെന്ന് തന്നെ രോഗികളെ മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. അത്യാസന്ന നിലയിലുള്ള രോഗികളെയൊക്കെ വളരെ വേഗം തന്നെ ICUവിൽ നിന്ന് മാറ്റി. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ അതിവേഗത്തിൽ ഇവരെ മാറ്റുന്ന കാര്യങ്ങൾ. എന്നാണെങ്കിലും അനീഷ്, ഈ പുകപടലം അവിടെ നിലനിൽക്കുന്നു, അത് പലർക്കും ശ്വാസതടസ്സം ഉണ്ടാക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും നമ്മൾക്ക് സ്ഥിതിഗതികൾ അത് നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെ വിലയിരുത്താം അല്ലേ? ബഹുനില കെട്ടിടമാണ്. ഈ പുക തങ്ങി നിന്നാൽ പെട്ടെന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിലല്ല ഈ കെട്ടിടങ്ങളുടെയൊക്കെ രൂപകൽപ്പന. അതുകൊണ്ട് തന്നെ മുറികളിൽ ഈ പുക തങ്ങി നിൽക്കുന്നു എന്നതാണ് ഈ പ്രശ്നം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ഈ തീ പിടിച്ചുള്ള പ്രശ്നത്തെക്കാൾ ഉപരി ഈ പുക പടലങ്ങൾ ഈ മുറികളിൽ നിറയുമ്പോൾ അത് പ്രത്യേകിച്ചും ഈ ശ്വാസതടസ്സമൊക്കെ ഉള്ള രോഗികളുണ്ടാവും, ഗുരുതരമായ ആരോഗ്യാവസ്ഥയിലുള്ള രോഗികളുണ്ടാവും. പലപ്പോഴും ഈ ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അത്തരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന രോഗികളുള്ളത്. അവർക്കൊക്കെ ഈ ചെറിയ ഒരു പ്രശ്നം പോലും അല്ലെങ്കിൽ ഒരു പുകപടലം ശ്വസിക്കുന്നത് പോലും ഈ ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ ചിലപ്പം ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഹൃദ്രോഗത്തെ തുടർന്ന് ഹൃദയാഘാതമുണ്ടായ ആശുപത്രിയിൽ എത്തിക്കുന്നവരെ സംബന്ധിച്ച് വളരെ ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ ആരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന രോഗികളാണ്. അവർക്കൊക്കെ ഈ പുക അത്തരത്തിലൊരു ബുദ്ധിമുട്ടായി മാറുക തന്നെ ചെയ്യും. എന്തായാലും പെട്ടെന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ, അതീവ ഗുരുതരാവസ്ഥയിലുള്ള ആളുകളെ ആദ്യം പിന്നീട് താരതമ്യേന കുറഞ്ഞ് അങ്ങനെയുള്ള രീതിയിൽ ഒരു ഒഴിപ്പിക്കൽ നടപടികൾ പെട്ടെന്ന് ചെയ്യാൻ കഴിഞ്ഞു. ഈ പ്രശ്നമുണ്ടായപ്പോൾ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി, പോലീസ് എത്തി, ഒപ്പം ആംബുലൻസുകൾ ഈ പലയിടങ്ങളിലായുള്ള ആംബുലൻസുകൾ ഇപ്പോഴും മെഡിക്കൽ കോളേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം ആശുപത്രിയിലുള്ള ആംബുലൻസുകൾ പൂർണ്ണമായി വിനിയോഗിച്ചു. ഒപ്പം ആശുപത്രികളിൽ ഈ രോഗികളെ കൊണ്ട് ഇറക്കിയ ശേഷം ബേബി മെമ്മോറിയൽ പോലെയും ഇക്ര പോലെയൊക്കെയുള്ള പല ആശുപത്രികൾ ഈ പരിസരത്ത് തന്നെയുണ്ട്. ആ പരിസരത്തേക്കൊക്കെ ആളുകളെ കൊണ്ടുപോയ ശേഷം വീണ്ടും ആംബുലൻസുകൾ തിരിച്ചു വന്ന് വീണ്ടും രോഗികളുമായി പോകുന്ന ഒരു കാഴ്ച. സമീപ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആംബുലൻസുകൾ പൂർണ്ണമായും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ കഴിയും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അല്പം പരിഭ്രാന്തിയുടെ സാഹചര്യം നിലവിലുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ അവിടെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാഹിത വിഭാഗത്തിലുണ്ടായ തീപിടുത്തമാണ് ഇങ്ങനെയൊരു പുകപടലം സൃഷ്ടിച്ചത്. ആ രോഗികളെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളത് നിസ്സംശയം പറയാം. നമുക്ക്